ഈ സമയം ആകുന്നതിന് മുമ്പ് നിസ്കാരം നിർവഹിക്കാം, സമയം തീർന്നതിന് ശേഷവും നിസ്കാരം നിർവഹിക്കാം. അതെപ്പോഴാ? ജംആക്കി നിസ്കരിക്കുമ്പോഴാണ്, ഇളവുള്ള സമയത്താണ്. ഒരാൾ രോഗിയാണ്, അയാൾക്ക് 2 നിസ്കാരവും ഓരോ നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ കഴിയൂല. ലുഹറിൻ്റെ സമയത്തും അസറിൻ്റെ സമയത്തും നിർവഹിക്കാൻ കഴിയാത്തൊരു രോഗി. അപ്പോൾ മൂർക്ക് നിസ്കാരം ചെയ്യാം, ജംഅ ചെയ്യാം. ലുഹറും അസറും ലുഹറിൻ്റെ സമയത്ത് നിർവഹിക്കുന്നു. അപ്പോൾ ലുഹറിൻ്റെ സമയത്ത് നിസ്കരിക്കുമ്പോൾ അസറിന് സമയമായിട്ടില്ല. സമയമാകുന്നതിന് മുമ്പ് നിസ്കരിക്കുന്നത്. അതെന്താണ്? ഇളവാണ്. അല്ലെങ്കിൽ ലുഹറും അസറും അസറിൻ്റെ സമയത്ത് നിർവഹിക്കുന്നു. അപ്പോൾ ലുഹറിൻ്റെ സമയം എന്ത് ചെയ്തിട്ടുണ്ട്? തീർന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിസ്കാരം നിർവഹിക്കാനുള്ള അനുവാദം കൊടുത്തു. അതെന്താണ്? ഇളവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യാം? നിസ്കാരത്തിൻ്റെ സമയം ആകുന്നതിന് മുമ്പ് നിർവഹിക്കാം, സമയം തീർന്നതിന് ശേഷവും നിർവഹിക്കാം. അത് ഇളവാണ്. അതല്ലാതെയാണെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർ സമയത്തിൻ്റെ കാര്യം ശരിക്ക് ശ്രദ്ധിക്കണം. ഇപ്പോൾ 12:30 ലുഹറെങ്കിൽ 12:20 മുഅദ്ദിൻ ബാങ്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ആ ബാങ്ക് കേട്ടിട്ട് ചിലപ്പോൾ വീട്ടിലുള്ളൊരു രോഗി മൂപ്പര് നിസ്കരിക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾ അവരാ ബാങ്ക് കേട്ടിട്ട് 12:21 അല്ലെങ്കിൽ 25 നിസ്കരിച്ചു. ലുഹറിൻ്റെ സമയം എപ്പോഴാണ്? 12:30. 12:30 ആയിട്ടില്ല. അപ്പോൾ സമയമാകുന്നതിന് മുമ്പ് അവർ നിസ്കരിച്ചു. എന്താ കാരണം? നേരത്തെ ബാങ്ക് കൊടുത്താണ് കാരണം. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർ പ്രത്യേകം എന്ത് ചെയ്യണം? സമയത്തിൻ്റെ വിഷയം ശ്രദ്ധിക്കണം.